മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഏതാണ്ട് 15 മിനിറ്റ് സാധാരണഗതിയിൽ 1 മണിക്കൂറാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് അനുവദിച്ചിട്ടുള്ളത്. ആ അനുവദിച്ച സമയത്തിൽ നിന്ന് ഏതാണ്ട് 15 മിനിറ്റോളം അദ്ദേഹം കൂടുതൽ ഇന്ന് സംസാരിക്കുകയുണ്ടായി. ഒരുമാതിരിപ്പെട്ട ചോദ്യങ്ങളെല്ലാം കേരളത്തിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് 1000 ചോദ്യങ്ങൾ കാണും. ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാനൊന്നും പറ്റില്ല. അതിനു പകരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരളം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ അദ്ദേഹം മറുപടി പറയാതെ പോയോ, നിങ്ങൾക്ക് മറുപടി കൺവിൻസിങ് ആണോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ മൊത്തത്തിൽ അദ്ദേഹം നമ്മൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരുമാതിരിപ്പെട്ട വിഷയങ്ങളിലെല്ലാം അദ്ദേഹം മറുപടി പറഞ്ഞു തന്നെയാണ് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നും തന്നെ മിസ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല. അതിൽ കൂടുതൽ ആവശ്യമില്ല. പിന്നെ ഈ പറയുന്ന 5 മിനിറ്റ് കൂടുതലിരുന്നില്ല, 10 മിനിറ്റ് കൂടുതലിരുന്നില്ല, അത് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ വേണ്ടി എപ്പോഴും ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. കേരള രാഷ്ട്രീയ മണ്ണിൽ മുഖ്യമന്ത്രിയുടെ ഒരു വിഷയത്തിലുള്ള അഭിപ്രായം, ഇന്ന വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ അഭിപ്രായമേ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊരു വിഷയമില്ല. അദ്ദേഹം ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ എങ്ങനെയുമൊക്കെ അഭിപ്രായം പുറത്തു പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചോദിക്കുന്നത് പോലെ മറുപടി പറയാൻ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം മാധ്യമങ്ങൾ വളർത്തി താരാട്ട് പാട്ടി വളർത്തിയ നേതാവല്ല സഖാവ് പിണറായി വിജയൻ. മാധ്യമങ്ങളെ എതിർത്ത് തന്നെ വളർത്തിയാണ്. അപ്പം മാധ്യമങ്ങളെ അപ്പുറത്ത് നിർത്തിയാൽ മതി. അത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് നിങ്ങൾ എന്നോട് കുറേ ചോദ്യം ചോദിക്കുമെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല.